പാചകവാതക വില വർധനവിനെതിരെ ഗ്യാസ് കുറ്റികൾ തലയിൽ ചുമന്ന യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് വലപ്പാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എടമുട്ടം സെന്ററിൽ നടത്തിയ പ്രതിഷേധ സമരം DCC ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് വലപ്പാട് മണ്ഡലം പ്രസിഡന്റ് സുജിൽ കരിപ്പായി അധ്യക്ഷനായി. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുമേഷ് പാനാട്ടിൽ, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് AB യദുകൃഷ്ണൻ, KH കബീർ, വൈശാഖ് വേണുഗോപാൽ, രാകേഷ് യുവാർ, ഷരീഫ്, അശ്വിൻ ആലപ്പുഴ എന്നിവർ സംസാരിച്ചു. അഭിലാഷ് തേവർക്കാട്ടിൽ, ശരത് പാലപ്പെട്ടി, ശ്രീജിൽ AS, ഡേവിസ് വാഴപ്പിള്ളി, സജിത്രൻ തയ്യിൽ, വിജിൽ ഡേവിസ്, ജിതേഷ്, ജിതിൻ എന്നിവർ നേതൃത്വം നൽകി. നമ്മോടൊക്കെ അധികാരത്തിലെത്തുന്നതിന് മുമ്പ് നരേന്ദ്രമോദി ജാതിയും മതവും വർഗീയതയും പറഞ്ഞ് ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി 15 ലക്ഷം രൂപ അക്കൗണ്ടിൽ തരുമെന്നും അതിനുശേഷം 50 രൂപയ്ക്ക് പെട്രോൾ തരുമെന്നും ഇതൊന്നും തന്നില്ലെങ്കിൽ ഞങ്ങളെ പച്ചയ്ക്ക് കത്തിച്ചോളാനും പറഞ്ഞ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ന് അടിക്കടി മുട്ടിനുമുട്ട് രാജ്യരാമാനം എന്ന് വേണ്ട കേരളത്തിലും ഇന്ത്യയിലുമുള്ള എല്ലാ സ്ഥലങ്ങളിലും പാചകവാതക വിലവർദ്ധനവും പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വിലവർദ്ധനവ് രേഖപ്പെടുത്തി അദാനിക്കും അംബാനിക്കും മാത്രം ജീവിക്കാൻ ആവശ്യമായ സാഹചര്യങ്ങളൊരുക്കി സാധാരണക്കാരെ മുഴുവൻ തെരുവിലിറക്കുന്ന സമീപനമാണ് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല.